ഹലോ ഗൈസ്, ദിസ് മിത്ര രാഹുൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ടോൾ യു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കോസ്മോയിലാണ്, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മോള് വർക്കിലാണ്. നമ്മൾ വീക്കെൻഡ്സിൽ ഓഫ് വരുന്നതനുസരിച്ചാണ് ഞാൻ വർക്കിലേക്ക് പോയി മോളെ കണ്ട് മോളോടെ 2 ദിവസം സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ 1 ഡേ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ എനിക്ക് ഇന്ന് നൈറ്റ് ഓഫാണ്. അപ്പോൾ ഞാൻ രാവിലെ 8 മണിയായപ്പോഴേക്കും എത്തി. അപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഡിലേ ആക്കി ഇപ്പോൾ 11 മണിയായി. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് സ്കൂട്ടിയിലാണ്. ഇനിയിപ്പം നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ചു വരും. നാളെ എനിക്ക് സെക്കൻഡ് ഡ്യൂട്ടിയാണ്. അപ്പോഴേക്കും മോളെ കാണുന്നതിൻ്റെ ഭയങ്കരമായ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് എല്ലാ വീക്സിലും ഞാൻ അവളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ അവൾക്കിപ്പോൾ 2 ഇയർ ആയി. അപ്പോൾ അവളിപ്പോൾ മീൻസ് സംസാരിച്ച് തുടങ്ങി. അതായത് ചെറുതായിട്ടൊക്കെ അവളേതായ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. പക്ഷേ എന്നാലും നമുക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ അവളോട് എനിക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റും മിസ്സിങ്ങും എപ്പോഴും വരാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും സങ്കടമാണ്. എനിക്ക് അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് അടുത്ത് ഓഫ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് എൻ്റെ 3 ദിവസമേ ആയുള്ളൂ. നൈറ്റ് തുടങ്ങിയിട്ട് അന്നാണ് ഞാൻ വന്നത്. അപ്പം 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഓഫ് ആകുമ്പോഴേക്കും ഞാൻ ഇന്നലെ അവളിവിടെ വന്നിരുന്നു. പക്ഷേ എന്നാൽ കൂടിയും എനിക്ക് ഇന്ന് കണ്ടോളാൻ വയ്യാത്ത ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഹസ്ബൻഡ് ഓൾറെഡി ഇപ്പോൾ റെഡിയായി. അപ്പം ഞാനിപ്പോൾ റെഡിയാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഡ്രസ്സപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ആ ഒരു റുട്ടീനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റുട്ടീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു റിയാലിറ്റി എന്താണ് സംഭവിക്കുന്നത്, അവളുടെ ആ ഒരു കാണുമ്പോൾ ഉള്ള റിയാക്ഷൻസ്, ആ ഒരു വീഡിയോ ആണ്. നമ്മളിവിടെ നിന്ന് അവിടെയുള്ള ട്രാവൽ, അവളുടെ റിയാക്ഷൻ അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാണാം. ബിഫോർ ദാറ്റ് ഞാനിപ്പോൾ ജസ്റ്റ് ഡ്രസ്സപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ തവണയും പോകുമ്പോൾ കോമൺ ആയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കം ഓൺ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഹെയർ കെട്ടാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്ക് വന്നു. ജസ്റ്റ് അത് ഹസ്ബൻഡ് ഡിലേ ആക്കിയോണ്ട് ഞാനും എന്ത് ചെയ്തു, കുറച്ച് സമയം ഞാനും ഒരു 1 അവർ ഉറങ്ങായി. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം അങ്ങ് മാറി. സോ അപ്പം ഞാനിനി മീൻസ് വലുതായിട്ടൊന്നും മേക്കപ്പോ അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം വീട്ടിലോട്ട് പോകണം. നൈറ്റ് കഴിഞ്ഞുകൊണ്ട് എനിക്ക് അതിലൊന്നും വലിയതായിട്ടൊന്നും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അവിടെ എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ഹെയർ ടക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ അതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കോമൺ ആയിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഷോയും പിന്നെ ഇവിടെ ആണെങ്കിൽ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മഴയാണ്. ഇപ്പം റീസെൻ്റ് ഇതിനിടയിൽ നമ്മൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന്, ഞാനിപ്പോൾ ട്രിവാൻഡ്രം പ്രോപ്പർ ആനയാർ എന്ന് പറയും, കിംസിൻ്റെ അടുത്താണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് 1 അവർ ഉണ്ട്. എങ്ങനെയായാലും 1 അവർ വരും. ഇപ്പോൾ റോഡൊക്കെ പണി കിടക്കുന്നതുകൊണ്ട് അതിൽ കൂടുതലാവുമെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും പോകുന്ന വഴി മഴ ചതിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഇതിനെക്കാട്ടി ഡിലേ ആവും വീടെത്താൻ. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവസാനം നൈറ്റാണ് വീടെത്തിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ പോകുന്ന സമയത്ത് 2 വീലറൊക്കെയാണ്. ആ സമയത്താണ് നമുക്ക് ഈ കാറിൻ്റെയൊക്കെ ഒരു എന്താ പറയുക വില മനസ്സിലാവുന്നത്. കാരണം കാറ് ഇവിടെ ഓടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കിനിടെ സമയത്ത് നമുക്ക് എത്തത്തില്ല. അതുകൊണ്ടാണ് 2 വീലർ മാത്രം ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം തിരിച്ചു പോകുമ്പോൾ ഉള്ളതും ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ചതിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും. ഇങ്ങോട്ടും തന്നെ ഞങ്ങൾ മഴ നനഞ്ഞു വന്നു. കാരണം കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് വരണം എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയപ്പം പിന്നെ കയറി നിന്ന് ലാസ്റ്റായി. മീൻസ് ഒരുപാട് ലേറ്റായിട്ടാണ് വീടെത്തിയത്. അന്ന് മോളുടെ ബർത്ത്ഡേ വ്ളോഗ് നമുക്ക് മിസ്സായി കേട്ടോ. കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കുഴപ്പമില്ല, ഇനി ഇങ്ങോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ ടക്ക് ചെയ്തു. ഇതാണ് എൻ്റെ സിമ്പിൾ ഹെയർ സ്റ്റൈൽ. എപ്പോഴും ഞാൻ ഇങ്ങനെ ആയിരിക്കും ഹെയർ സ്റ്റൈൽ ചെയ്യുക. ഓക്കെ, സോ ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഓൾറെഡി ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ എപ്പോഴും വിട്ടുപോകരുത് ഒരു മോയ്സ്ചറൈസർ പ്ലസ് നമ്മുടെ സൺസ്ക്രീൻ. രണ്ടെണ്ണം ഞാൻ ഈ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത്. 2 ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ട്. അപ്പോൾ ഇതും ഞാൻ ഡെയിലി പോകുന്ന ബ്യൂട്ടി പാർലറിന് ചേച്ചി സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് 2 ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് പക്ഷേ നമ്മൾ മറക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി നമുക്കറിയാമല്ലോ, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓഫ് കോഴ്സ്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. കാരണം വീട്ടിലോട്ട് തന്നെ പോകുന്നത്. വീട്ടിലോട്ട് ചെന്നിട്ട്
കുറച്ച് നേരം മോളോട് കളിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങണം. പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് വീഡിയോ എക്സ്ട്രാ ആയിട്ടൊക്കെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം ഓഫ് ഡേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഹസ്ബൻഡ് ഇനി ഒരു 2 weeks കഴിഞ്ഞാൽ പോകും. അപ്പോൾ പിന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്തായാലും പക്ഷേ ഞാൻ പ്രോമിസ് എന്നത് ഞാൻ പാലിക്കും. ഞാൻ എന്തായാലും വീക്ക്ലി വൺസ് വീഡിയോ വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ പറയാൻ പറ്റുമോ, ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നതാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ ശരിക്കും റിയൽ ആയിട്ട് ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ പ്രസൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ. ഓക്കെ, അപ്പം എന്നെ കാണുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ്. ഓക്കെ, അപ്പം നമുക്കിനി എന്തൊക്കെയാണ് കൊണ്ടുപോകാനായിട്ട് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് നമ്മുടെ 2 മോയ്സ്ചറൈസർ സൺസ്ക്രീൻ. അപ്പോൾ ഞാൻ എപ്പോഴേ കൊണ്ടുപോകാനായിട്ട് എടുക്കാറ് എനിക്കിതൊരു കവറാണ്. ആക്ച്വലി എനിക്ക് ബാഗ് ഉണ്ടായിരുന്നു, ബാഗ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇതിപ്പം എനിക്ക് കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നി. കാരണം അടുത്തടുത്തൊക്കെ പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറാണ്. അത് സിമ്പിൾ. ഓക്കെ, ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന വെറും പ്ലാസ്റ്റിക് അല്ല, ഒരു പ്രത്യേകതരം വേറൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമുക്ക് ഇങ്ങനെ ബട്ടണൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഇത് ഞാൻ എപ്പോൾ കിട്ടിയാലും സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പം ഇതിനകത്താണ് ഇട്ടിട്ട് ഞാൻ സാധനങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളും. ഇതിൻ്റെ പല സൈസിൽ നമുക്ക് കിട്ടും പല സാധനങ്ങൾ വാങ്ങുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ അടുത്തടുത്തൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്യും. അതായത് ബാത്തിങ് എസൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഒറ്റ കവറിനകത്ത്, മേക്കപ്പ് എല്ലാം ഒറ്റ കവർ. അങ്ങനെയായിരിക്കും ഞാൻ ലോങ് ഡിസ്റ്റൻസ് പോയാലും ജസ്റ്റ് പാക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ ഒരൊറ്റ എണ്ണം എടുക്കുന്നുള്ളൂ, കാരണം എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് ഓൾറെഡി 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് പറയാം, ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിലായിട്ട് പിന്നെ ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഹെയർ സിറം എടുത്തിട്ടുണ്ട്, ക്രീം എടുത്തിട്ടുണ്ട്, ഒരു ടോണർ എടുത്തിട്ടുണ്ട്, മോയ്സ്ചറൈസർ ക്രീം, സൺസ്ക്രീൻ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ ഞാൻ ഫുഡ് ക്രീം ഞാനിപ്പം യൂസ് ചെയ്യാറുണ്ട്. കാരണം കൈയും കാലുമൊക്കെ എനിക്കിപ്പം ജസ്റ്റ് ഒരു ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെർമ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം വാങ്ങിയൊരു സംഭവമാണ്. സോ അപ്പോൾ ഇതെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോഡി ലോഷനാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ. പ്രോഡക്ട്സും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയ്യിലൊക്കെ ഓൾറെഡി സോഴ്സ് പോലെ ഒരു പറഞ്ഞില്ലേ പൊട്ടിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ അത് ഒരു 2 weeksലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓയിൻമെൻറ്റ് തന്നതാണ് അത്. ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഐഷാഡോ ഞാനിപ്പോൾ കൊണ്ടുവന്നു. അവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ അവിടെ വേറെ ഞാൻ കരുതിയിട്ടില്ല വീട്ടിൽ, അപ്പോൾ അതുകൊണ്ട് എടുക്കുന്നതാണ് കേട്ടോ. അതിന് പിന്നെ മറക്കരുത്, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണിത്, സിന്ദൂർ. ലിപ് ബാം, ഞാൻ ലിപ്സ്റ്റിക്കിന് മുന്നേ എപ്പോഴും ലിപ് ബാം ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇത് ഇത്രയും. ഓക്കെ, ദെൻ മസ്കാര ഇതൊക്കെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഡെയിലി യൂസ് ചെയ്ത് തുടങ്ങിയ സംഭവമാണ്. ഇതിന് മുന്നേ ഒന്നും അധികം യൂസ് ചെയ്യത്തില്ല, സാധാരണ പോലെ നടക്കുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നതിന് ശേഷം ഒരു ചേഞ്ച് ഉണ്ട്, ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങിയ സത്യം. ഈ ജോബിനൊപ്പം തന്നെ നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പം അവിടുത്തെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും, അവിടുത്തേതായ ചേഞ്ചസ് നമുക്ക് വരും, അതെല്ലാവരുടെ ജീവിതത്തിലും വരും. അതേപോലെ തന്നെ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. സോ ഓക്കെ, അപ്പം ഇതിപ്പം ഭയങ്കര സേഫ്ലി പാക്കഡായി ഇങ്ങനെ നമുക്ക് കെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇൻ കേസ് മഴ നനഞ്ഞാലോ ഇതിന് എന്തെങ്കിലും ലീക്ക് ആയാലോ നമ്മുടെ ഡ്രസ്സസിലൊന്നും ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നത്. അതെനിക്ക് എൻ്റേതായ ഒരു കംഫർട്ടബിൾ സോൺ. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്ക്ലൂസീവ്ലി വേണ്ട ഒരു തിങ് ഉണ്ട്. അതായത് ഞാൻ കാണിച്ചു തരാം. മെൻസ്ട്രൽ കപ്പ് ഓൾറെഡി പീരീഡ്സ് ഡേറ്റ് അടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പം നാപ്കിൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല, ഞാനിപ്പം മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പീരീഡ്സ് ഡേറ്റ് ഒക്കെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ അത് ക്യാരി ചെയ്യും ബാഗിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്ളോഗ് ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും, അതെങ്ങനെ ചെയ്യുന്നത്. അത് കുറച്ച് പേർക്കല്ല, ഒത്തിരി അധികം പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. കോമൺലി നമ്മളെപ്പോലെ ഉള്ള ചുറ്റുവട്ടത്തുള്ള ഒത്തിരി കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരാൾ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് മോട്ടീവ് ആകുക. അപ്പോൾ അതെന്തായാലും ഞാൻ അതൊരു വ്ളോഗ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം ഞാൻ താഴേക്ക് ചെലുത്തട്ടെ. ഹസ്ബൻഡ് അവിടെ നിന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ മഴ ചതിക്കും, പിന്നെ സമയത്തെത്താൻ പറ്റില്ല. അപ്പം നമ്മൾ പോകാനായിട്ട് എല്ലാം റെഡിയായി. എൻ്റെ ഹസ്ബൻഡ്
ബാഗ് ഇതേ ഉള്ളൂ കേട്ടോ, കുഞ്ഞു ബാഗാണ്. നമുക്ക് സാധാരണ പോകുമ്പോൾ ഒരു ലോഡ് കൊണ്ടുപോകാനുണ്ടാവും, പക്ഷേ ഇത്തവണ പോകുമ്പോഴേക്കും കുറച്ചേ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡായി ഞങ്ങൾ രണ്ടുപേരും ഒരേ കളറ് ഡ്രസ്സായി, പറഞ്ഞിട്ടതല്ല കേട്ടോ, എന്തോ. ഓക്കെ, നമ്മുടെ വണ്ടിയാണിത്. ഇതിലാണ് നമ്മൾ ഇപ്പോൾ വർക്കല വരെ എപ്പോഴും പോയി വരാറുള്ളത്. ഹെൽമറ്റ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പം ടിൽ നൗ ഇപ്പം 11:15 ഇവനാണ് ലേറ്റാക്കിയത്. ഈ കുഞ്ചുമാണ് ലേറ്റാക്കിയത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് 11:15 അപ്പോൾ കളിക്കാം. 11:15 എടുത്തു. 12:15 നമ്മൾ വർക്കല റീച്ച് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇന്നലെ അൺഎക്സ്പെക്റ്റഡായി ഇതിനൊരു ഫുഡ് കഴിക്കുകയുണ്ടായി. അപ്പം ബട്ട് ഇറ്റ്സ് വെരി ഫാന്റാസ്റ്റിക് ആൻഡ് ടേസ്റ്റി ഫുഡ്. അമ്മേരെ കൈപ്പിനും പറയാതിരിക്കാൻ പോയാൽ ഇത് ചോയു. ഇപ്പോൾ നിങ്ങൾ കണ്ട ഷോപ്പാണ്. നമ്മൾ ഇന്നലെ ജസ്റ്റ് അവിടെ ഫുഡ് കഴിച്ചു, ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി പ്യുവർ ഹോംലി മെയ്ഡ് ഫുഡാണ്. ഇതിപ്പം ആനയാറയാണ്. നമ്മൾ ഇവിടെ നിന്ന് കയറുന്ന ജംഗ്ഷൻ നമ്മുടെ കിംസിലോട്ട് ജോയിൻ ചെയ്യുന്ന റോഡാണ് ശരിക്കും. അപ്പോൾ ഇവിടെ അത്യാവശ്യം അടുത്തുള്ള വർക്കിംഗ് വുമൺസിനായാലും കിംസിലാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് സ്റ്റാഫ്സിനൊക്കെ വന്ന് രുചിയുള്ള വീട്ടിലെ ഫുഡ് കഴിക്കണം ആഗ്രഹമുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും വന്ന് കഴിക്കാവുന്നതാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് വന്നത് അമ്മേനെ. കാരണം അത്രയും നല്ല കൈപ്പുണ്യമുള്ള ഒരു നമ്മളിവിടെ സ്ഥിരമായിട്ട് നമ്മളൊരു നാരങ്ങ സോഡയും നറുനണ്ടിയും കഴിക്കുന്ന നമ്മുടെ ഒരു അച്ഛൻ്റെ ഒരു ഷോപ്പുണ്ട്. ഷോപ്പെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സംഭവമുണ്ട്. ഇറ്റ്സ് ഫാന്റാസ്റ്റിക് വൈബ്. നമ്മളെപ്പോഴും ഇവിടെ വന്ന് ഡ്രിങ്ക്സ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോവാറ്. കൊഞ്ചു, ഇതാണ് നമ്മുടെ അച്ഛൻ. ഒരു ഹായ് പറഞ്ഞു. കാണുന്നില്ല കേട്ടോ, സാധാരണ ഓടി വരുന്നതാണ്. ഉറങ്ങിയോ എന്തോ നോക്കാം. ഓക്കെ, വീടെത്തി. എന്തായാലും കോളിംഗ് ബെല്ലടിക്കണ്ട. Oh my god! Ayo. അപ്പം നമ്മുടെ ഇതുവരെയുള്ള വ്ലോഗാണ് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചത്. വീടെത്തി, റെസ്റ്റ് ചെയ്യാണ്. ഇവിടെ വന്ന അച്ഛനും മോളും കൂടെ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഓൺ ടോയ് കാറിനകത്തുള്ള ഒരു പ്രഹസനം. ഇനിയിപ്പോഴൊന്നും അവർ ലാൻഡ് ചെയ്യത്തില്ല. അപ്പം ഇതോടുകൂടി എൻ്റെ
വ്ളോഗ് വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സജഷൻസ് പറഞ്ഞറിയിക്കുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഞാൻ സൈനിങ് ഓഫ്, മിത്ര രാഹുൽ. ബൈ ബൈ.